മറക്കൂല ഗൈസ്. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിരുന്നു. ഞാൻ ഒട്ടും വിചാരിക്കാതെ എന്നെ പറ്റിച്ച് തള്ളിക്കളഞ്ഞവരെല്ലാം. അപ്പൊ നിനക്കുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ നിനക്കൊരു 5 മിനിറ്റ് നിനക്ക് ഡ്രസ് സെലക്ട് ചെയ്യാം. 50,000 Hey guys, welcome back to our new video. അപ്പൊ ഇന്ന് എന്റെ പുള്ളിയുടെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. എല്ലാരും വിഷ് കമന്റ് ഇട്ടേക്കണേ, അല്ലെങ്കിൽ വിഷമാവും. ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് നമ്മള് പ്രാങ്ക് ഒന്നും തന്നില്ല. ബർത്ത്ഡേ എന്തായാലും ജീവിതത്തിൽ മറക്കൂല. யாரடா? நான் சிங்கரோல் ஐயா. எந்த கிளாஸ் படிக்கிற? நான் 10ல் படிக்கிறேன் ஐயா. எனக்கு எங்களோட அப்பா கொடுங்க ஐயா, கொடுங்க ஐயா, கொடுங்க ஐயா, அப்பாவை கொடுங்க ஐயா. இരിക്കല്ലാടാ. കാര്യം പറ. മറക്കൂല ഗൈസ്. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിരുന്നു. ഞാൻ ഒട്ടും വിചാരിക്കാതെ എന്നെ പറ്റിച്ച് തള്ളിക്കളഞ്ഞവരെല്ലാം. நான் சிங்கரோல் ஐயா. നീ ഉണ്ടായിരുന്നോ? നമ്മളവിടെ ഉറങ്ങാൻ നമുക്ക് ചിരിച്ച് നമ്മൾ ഉൾപ്പെടുന്നു. മാക്സിമം ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇന്നേ വരെ ഇങ്ങനെ ഓഡിഷൻ ഒന്നും പോയിട്ടൊന്നുമില്ല. വിജയ് അടിപൊളിയായിട്ട് ചെയ്തു. ഇത് പക്ഷെ ഒരു പ്രാങ്ക് ഷോ ആയിരുന്നു. നിങ്ങൾ ആരും ആ വീഡിയോ കണ്ടിട്ടില്ല എന്ന് ഉറപ്പായിട്ട് കാണണം. ഉറപ്പായിട്ടും അതിന്റെ ലിങ്ക് നമ്മളിവിടെ കൊടുത്തേക്കാം. ആ വീഡിയോന്റെ നോട്ടിഫിക്കേഷൻ ഇന്നലെ കുറച്ചു പേർക്ക് വന്നു. 1 year ആയെന്നും പറഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നു. അങ്ങനെ തന്നെ കുറച്ചു പേരൊക്കെ വിഷ് ചെയ്ത്. ശരി. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ബർത്ത്ഡേ ഒക്കെ അല്ലേ, ഒരു സ്മോൾ ചലഞ്ചും കൊടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ചലഞ്ചിനെ പറ്റി എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഇല്ല. എന്തായാലും പുള്ളിക്ക് ഐഫോൺ വേണ്ട, ക്രോക്സ് വീട്ടിലുണ്ട്. കഴിഞ്ഞ ബർത്ത്ഡേ ക്രോക്സ് ആണ് മേടിച്ചു കൊടുത്തത്. അപ്പൊ ഈ ബർത്ത്ഡേക്ക് ഇത് ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നാ വിട്ടോണ്ട് വന്ന സ്റ്റുഡിയോ ക്രോക്സ് ജീവനോടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട അല്ലേ. എന്തായാലും ഒരു ഉപയോഗമുള്ള ചലഞ്ച് ആയിരിക്കും. എനിക്ക് പഠിക്കാൻ കൊണ്ടാ കാണാൻ പോണ എന്നെ ചലഞ്ച്. ഇപ്പോഴേ നമ്മൾ അത് പറഞ്ഞിട്ട് പോയി മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാം. എന്റെ അടുത്താണ് ബർത്ത്ഡേ സർപ്രൈസ് പൊളിച്ചത്. അയ്യോ, ഇപ്പം ലൈസൻസ് കിട്ടിയതിനു ശേഷം പുള്ളിയെ ഇപ്പൊ വണ്ടിയൊക്കെ ഓടിക്കുന്നത്. പുള്ളിക്കാരൻ ഡ്രൈവറെ വെക്കണമെന്നാണ് ഇരുന്നത്. ഇനിയിപ്പോ ചെറുക്കാൻ വണ്ടി ഓടി തെളിക്കട്ടെ. ഇപ്പൊ ഈ പ്രായത്തിലാണെങ്കിൽ വണ്ടി ഓടി വണ്ടിയുടെ ഡോർ അടച്ചപ്പോ ഒരു സൗണ്ട്. എന്റെ വണ്ടിയുടെ അവസ്ഥ ഉണ്ടോ? ഇതിപ്പം നിങ്ങൾ ഞാൻ വൃത്തിയില്ല സൂക്ഷിക്കുന്നത്. എത്ര വൃത്തിയോടായി സൂക്ഷിച്ചിട്ട് കാര്യമില്ല. കാരണം റോഡ് പണി നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചു തരാം. അല്ലാതെ വൃത്തിയില്ലാതിരിക്കുന്നതല്ല. ഇതൊക്കെ ഇറക്കണമെന്നുണ്ടെങ്കിൽ എന്നെ പോലെ മപ്പ് റൈഡർ ആവണം. അങ്ങനെ ചെറുക്കനായിക്കൊണ്ടിരിക്കണം. എന്ത് കഷ്ടപ്പാടെന്ന് അറിയാമോ ഇവിടെ നീ വണ്ടി എടുക്കുന്നത്? ഇവിടെ കഷ്ടപ്പാടാണ്. ഇല്ല, എടുത്തെടുത്ത വിഷയമില്ല അല്ലടാ. ഞാൻ ഇതിനെങ്ങോട്ട് വലിയ വണ്ടി എടുക്കും. സച്ചാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. അവിടെ അടി തട്ടും. അപ്പൊ നമുക്ക് നടന്നു കയറാം. പെന്റെ റോഡ് ഇപ്പോഴും പുതിയത് കിടക്കാം. ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പൊടിയെല്ലാം അടിച്ച് വീട്ടിൽ കയറിയാണ് ഈ വണ്ടി ഇപ്പൊ ഇങ്ങനെ വന്ന്. ഒന്നാമത് മുകളിലോട്ട് എന്റെ വീടിന്റെ ആ ഷെഡില് പൈപ്പ് ഇല്ലാത്തത് കൊണ്ട് ഡെയിലി കഴുകാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. പക്ഷെ നമ്മൾ കഴിവൂല. കണ്ടോ ഈ റോഡ് ഉണ്ടോ? ഇത് ഇവന്മാര് കുഴിച്ച് ഈ റോഡ് ഫുൾ ഇപ്പൊ പൊടിയും പൊടിപ്പടലോ. കണ്ടോ അവസ്ഥ ഉണ്ടോ? ഇത് തൊട്ട് ഈ റോഡ് ഫുള്ള് അങ്ങോട്ട് അങ്ങനെയാ. ഡെഡ് പൂളിനൊന്നും അറിയണ്ട. റോഡ് കണ്ടോ? വീട്ടിലോട്ട് ഓടി കേട്ടോ. എന്തിനാ വെച്ചപ്പോ ചെലവ് നടത്താന്ന്. ഇവനൊക്കെ കഴക്കൂട്ട് തിരക്ക് കിട്ടിട്ടേ നമുക്ക് വണ്ടി എടുത്തെന്ന് പറഞ്ഞാലേ അവനേച്ചാലേ നല്ല പ്രാങ്ക്. അതിനെക്കാട്ടി നല്ല ഇവനെ പെൺവേഷം കെട്ടിച്ചിട്ടേ ഒരിടത്ത് കൊണ്ട് ഇറക്കിട്ട് വണ്ടി എടുത്തിട്ട് പോയാലോടാ. നമ്മുടെ സമയം പ്രശ്നം. എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയിട്ട് ബാക്ക് ടയറിൽ എയർ കുറവാണെന്ന് നോക്കാൻ പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. അത് അങ്ങനെ ചെയ്തു നോക്കാം ഈ സാധനം. അല്ലാതെ പ്രാങ്ക് ചെയ്യിപ്പിക്കാം. ഇപ്പൊ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇനി മനസ്സിലാവുന്ന പ്രാങ്ക് ആ വ്ളോഗ് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്തായിട്ട്. നിങ്ങൾക്ക് ബിജുവിനെ പെൺവേഷം കെട്ടിച്ചിട്ട് നമ്മൾ ഇവിടെ കൊണ്ട് ഇറക്കി വിടാന്ന് വിചാരിക്കുന്നു. ആ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമന്റിന് ഈ വ്ളോഗ് അവൻ കാണും, മനസ്സിലാവും. പക്ഷെ അതിന് ബുദ്ധിയുണ്ട്. നമുക്ക് ഐഡിയാസ് ഉണ്ട് നമ്മളില്. നമുക്ക് സെറ്റാക്കാം. ഏത് പറയുന്നു? അവൻ കണ്ടാലും കണ്ടില്ലേ അവന് എവിടെ ആലോചിച്ച് വെക്കാട്ടെ പെൺവേഷം കെട്ടിച്ചിട്ട് അല്ലെങ്കിൽ തമ്പാനൂരുണ്ട് രാത്രി എത്ര പേര് ബിജോയ്ക്ക് പൈസ പറഞ്ഞു വരുന്നു? മനസ്സിലാവും. വണ്ടി കെട്ടി വിട്ടിട്ട് ബിജോയ് ഓക്കെ ആണ്. ഓക്കെ അല്ലേ? നീ ഓക്കെ അല്ലേ? എത്ര വയസ്സാടാ? 20.
19 കിളവാ. നേരെ കാണുന്നതാണ് ബിജോയുടെ വീട് കേട്ടോ. ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 4 മാസം എടുക്കുന്നുണ്ടായിരുന്നു. 4 മാസത്തിനകത്ത് പാല് കാച്ച്. ചെലവ് ചെയ്യടാ. അന്ന് ചെലവാ. ആരോമല്ല മാത്രം വിളിക്കുന്നില്ല. വേറെ ഒരാളെ ചെലവും കൂടെ ഉണ്ട്, വേറെ ഒരാളെ പാല് വെച്ചുകൊണ്ട്. ഉണ്ട്. അനീഷ്, ഡോക്ടർ അനീഷിന്റെ വീട് പാലുകാച്ചും നെക്സ്റ്റ് മന്ത് ആണ്. നെക്സ്റ്റ് മന്താണ് ഫെബ്രുവരി 10 എന്നാണ് അവൻ പറഞ്ഞേക്കുന്നത്. എനിക്കറിയത്തില്ല, 10 ആണെങ്കിൽ ഞാൻ കാണത്തില്ല ഗൈസ്. കുഴപ്പമില്ല, ആ ബിരിയാണി കൂടെ ആരോമല്ല. ഓ പിന്നെ ബിരിയാണി അങ്ങ് തിന്നാതെ കിടക്കണം നീ. എന്ത് പറഞ്ഞാലും ബിരിയാണി തിന്നല്ല, ഇപ്പോഴും തിന്നല്ല. ഇത് മാത്രമേ ഉള്ളൂ. എവിടെ തന്നപ്പോ മനസ്സിലായില്ലേ, വണ്ടി ഓട്ടിക്കുന്ന ആളുകളുടെ കയ്യിലാണ് എല്ലാം. നമ്മളിപ്പോ ചലഞ്ചിന് വേണ്ടിട്ട് വന്നത് നമ്മളെ കഴക്കൂട്ടത്തുള്ള ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ ഡ്രസ്സിംഗ് ഷോപ്പിലാണ്. അപ്പൊ നിനക്കുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ നിനക്കൊരു 5 മിനിറ്റ് നിനക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാം. 5 മിനിറ്റ് സെലക്ട് ചെയ്യാന്നാ. ഇതൊന്നും എന്റെ ബർത്ത്ഡേക്ക് ഇല്ലായിരുന്നല്ലോ. 5 മിനിറ്റ് തരും. ലൈഫ് എന്ന് പറഞ്ഞ ഒരു ചലഞ്ചാണ്, അത് നീ ഏറ്റെടുത്ത് ചെയ്യണം. നിനക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. നിനക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അല്ലെ ഈ കടക്കകത്തുള്ള എന്തിനാണ് എടുക്കാൻ ഞാൻ പറഞ്ഞുതരാം. അല്ലല്ല, നീ മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെല്ലാം കാഴ്ചക്കാരാണ്. എന്തിനാണോ എടുക്കുക അല്ലെ ഈ കടയിൽ നിന്ന്? നിനക്ക് ഉപയോഗമുള്ള എന്ത് സാധനം വേണ്ട. Your time start now. എക്സസൈസ് ഷർട്ട് 1 50,000 എടുക്കുമല്ലേ? അര സെക്കൻഡ് കൊണ്ട് ഒരെണ്ണം എടുക്കും. 1 മിനിറ്റ് ആയിരിക്കാണ്. നീ എനക്ക് ആവശ്യമുള്ള ഞാൻ പറഞ്ഞ വാങ്ങി കൊടുത്തല്ലേ കടക്കകത്തുള്ള എന്തിനും എടുക്കാല്ലേ? നീ യാസറിനെ കൂടി എടുത്തോണ്ടോ? ജാഗൊന്നും വേണ്ട എനിക്ക്. പാന്റ് എവിടെ? ബ്രോ 36 സൈസ് പാന്റ്. ഷെയ്ഡ് പറഞ്ഞാലുണ്ടോ? ഷെയ്ഡ് പറഞ്ഞാൽ ഷെയ്ഡ് സച്ചിച്ചേട്ടൻ വാങ്ങിക്കാൻ പറഞ്ഞപ്പോ ഇവ ഇത്രയും വാങ്ങിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്ന് അറിയാം അല്ലെങ്കിൽ എന്നെ പറ്റി. ടൈം കഴിഞ്ഞാൽ 3 മിനിറ്റ് ആവാറായി. ഇനിയില്ല, 5 മിനിറ്റ് കളഞ്ഞ് ഇവന്റെ ഈ ഡ്രസ്സ് ഇവിടെ തിരിച്ചു എത്തിക്കാനുള്ളതാണ് എന്റെ ശ്രമം. വേറെ ഇതുണ്ട്, ഇപ്പൊ എല്ലാ സാധനം എടുക്കുന്ന അവസാനം സൈസ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് ഫ്ലോപ്പ് ആവും കേട്ടോ. അത് അവന് കിട്ടുന്നതല്ല. ഓ ടൈലറിന്റെ മോൻ തന്നെ. 3.5 മിനിറ്റ് ആയിരിക്കാണ്. ഞാൻ വിളിക്കും, ടൈം അപ്പ് വിളിക്കും. ഞങ്ങൾക്കൊരു 1/2 മിനിറ്റ് കൂടി ഉണ്ട്. 1/2 മിനിറ്റ്. ഈ നല്ല പ്രശ്നം. 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഇനി ഇതൊക്കെ കറക്റ്റ് ആണോ കൂടി നോക്കണം. കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ സാധനം നമ്മള് അവന് കൊടുക്കുന്നതല്ല. എനിക്ക് മാച്ച് തരുന്നതായിരിക്കും സച്ചിച്ചേട്ടൻ. കറക്റ്റ് അല്ലെങ്കിൽ തരണ്ട. അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ. പിന്നെ ലേഡീസ് വച്ചാൽ എടുത്താ. ലേഡീസ് വച്ചറാ. അല്ലല്ല കുഴപ്പമില്ല, ഞാൻ ഇതാരാ? നമുക്ക് ടീഷർട്ടിൽ പറയാം ഗൈസ്. അഴിക്കൊണ്ടാ ഇതിന്റെ വേറെ പീസ് തരുമോ? അത് തരും, അത് തരും, അതൊക്കെ തരും, അത് തരും. അങ്ങനത്തെ ഒക്കെ മാറ്റി തരും. പക്ഷെ അത് ഇച്ചിരി ടൈറ്റ് ആണ്. കുഴപ്പമില്ല, അവന്റെ സന്തോഷം. എനിക്ക് ചലഞ്ച് തരണമെങ്കിൽ ഒരു ഷൂ കട, മറ്റേ ഷൂ വേണം, ഡ്രസ് വേണം, എല്ലാം ഉള്ള കടയിൽ ഉണ്ട് തന്നെ. ചാല നീ പറ, സ്റ്റുഡിയോ മതി. സ്റ്റുഡിയോ അവറായി. ഫെബ്രുവരി 1 പറയാ ഇപ്പൊ. ഇല്ലല്ലേ? അയ്യോ ഏതായിരുന്നു ഡേറ്റ് പറയാം. 2-ാം തീയതി 8-ാം മാസം 2028. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? 2-ാം തീയതി 8-ാം മാസം 2028. അതാ ഇപ്പൊ ഉള്ളതെന്ന് പറഞ്ഞു. 2-ാം തീയതി 8-ാം മാസം. എല്ലാം ഇട്ട് നോക്കിയ സൈസാണ്, നല്ല കോമ്പിനേഷൻ അല്ല കേട്ടാ. അല്ല അത് നോക്കാം, അത് കറക്റ്റ് ആണോ? പഴയ ഡ്രസ്സിനാണ് എടുത്തിട്ടിരിക്കണ തറയില്. ഇവന് 1 കിട്ടിയ ഒന്നുമില്ല അണ്ട. കാമുകിയ പോലെ. ഓ 3 എണ്ണം ഉണ്ട്. അതിൽ 3 എണ്ണം ഇപ്പൊ കളഞ്ഞിട്ട് അടുത്ത് 3 എണ്ണം, മൊത്തം 6 എണ്ണം. അതെന്ത് കിടക്ക്? ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്? ബാക്കിയുള്ളവർ പറഞ്ഞ കിട്ടില്ല. ആരോമല്ല എന്ത് ചലഞ്ചാണ്? എന്താണ് ബർത്ത്ഡേക്ക് പ്രാങ്ക് എന്റെ ലൈഫില്ലേ സാധാരണ കഴിഞ്ഞ വർഷം പ്രാങ്ക് നിനക്ക് നടക്കൂലേ? അവിടെ ഇവനെ പറ്റിക്കാൻ പറ്റില്ല. പറയുന്നത് സാധിക്കാൻ ഒന്നുകൂടി പറഞ്ഞത് പ്രാങ്ക് പ്രാങ്ക് അടിക്കാൻ പറ്റൂല. എന്നെ പ്രാങ്ക് അടിപ്പിക്കാൻ പറ്റൂല. നിന്നെ പറ്റിക്കാൻ പറ്റൂല എന്ന് പറ. പറ്റിക്കാൻ പറ്റൂല. കളിച്ചാത്ത വേണ്ട. എന്ത് റോഡിൽ കൊണ്ടിറങ്ങും. ഓ പിന്നെ നിങ്ങൾ ചുമ്മാ അറിയണെന്ന് എനിക്കറിയാം. എവനെ നടക്കൂല.
സെഞ്ചിട്ടാ പോച്ചേ ഉടനെ ചെയ്യും. ബർത്ത്ഡേക്ക് ചെയ്ത് അത്ര നല്ല. എന്നിട്ട് ഗിഫ്റ്റ് ലെറ്റർ കൂടി ഇട്ടിട്ട് എന്റെ പ്രാങ്ക് പാന്റ് അളന്നുണ്ടാവും കഴുത്തി വെച്ചിട്ട്. ഇല്ല ഇല്ല, നീ എടുത്തത് ഫുള്ള് നിനക്ക് കിട്ടും. ഇല്ല അത് ഇഷ്ടപ്പെട്ടില്ല. അല്ലല്ല, നീ എടുത്തത് എന്തായാലും നിനക്ക് കിട്ടും. നിനക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാറില്ല. ഇട്ട് നോക്കിയാലേ അറിയുള്ളൂ ഗൈസ്. കറക്റ്റ് അല്ലെങ്കിൽ തരണ്ട. 50,000 എടുക്കുമല്ലേ ഇപ്പൊ വാങ്ങിക്കോ. തൊപ്പി എടുക്കാമോ? നീ എനക്ക് ആവശ്യമുള്ള എടുത്തു. അതിനാണ് 5 മിനിറ്റ് തന്നാ എന്നിട്ട് ഭാര്യക്കുട്ടി എടുക്കാൻ ടൈം ചലഞ്ച് തോറ്റിരിക്കുകയാണ്. ഇത് മാത്രമേ അവനിപ്പം സ്വന്തം അളവ് പോലും അറിയത്തില്ല. ഞാൻ ഇട്ട് നോക്കി ഓരോ ബ്രാൻഡ് ഓരോ സൈസ് ഇട്ട് നോക്കി എപ്പോഴും പറയല്ലേ. നമ്മള് ചലഞ്ച് ഫെയിൽ ആയാലും ബർത്ത്ഡേ അല്ലേ. പോയി 2 ജോഡി എടുത്തു പോ. പോയെടു പോ. നിന്റെ ആർത്തിയാണ് ആദ്യമേ. കിട്ടോ ഞാൻ അല്ലെ ഈ കടക്കകത്തുള്ള എന്തിനാണ് എടുക്കാമോ? എന്തുവാ 50,000 എടുക്കുമല്ലേ ഇപ്പൊ വാങ്ങിക്കോ. ടൈം വെച്ച് സാധനം കഴി- അല്ല ഞാൻ കറക്റ്റ് ആണ് എടുത്തത്. പക്ഷെ എന്താ ഇറുക്കം? ഇത് 36 ആണ്. കണ്ടോ ഗൈസ്, ഞാൻ ഇവന്മാരെ ആ അളവ് ഒന്നും കൂടി ഇറങ്ങേ. ഓ ടൈലറിന്റെ മോൻ തന്നെ. കറക്റ്റാ. കറക്റ്റ്. ഭാര്യ അങ്ങ് എടുത്ത് സ്വന്തം അളവ് പോലും അറിയപ്പെടാതെ ഭാര്യ. ഇതൊക്കെ അളവ് ചെയ്യണം. പക്ഷെ പക്ഷെ എനിക്ക് ഈ കളർ ഷർട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ കറക്റ്റ് നിന്റെ ബർത്ത്ഡേ അല്ലടാ എന്റെ ബർത്ത്ഡേ. ഷാറുഖ് ഇപ്പൊ വരും. അതിനുള്ള നല്ല രസമുണ്ട്. അതാണ്ട ഇവന് കറക്റ്റ് കൊള്ളാം. അത് കണ്ടോ 5-6 കൂടെ എടുത്തിട്ട് ഗ്യാസുകളെ ഇപ്പൊ 5 മിനിറ്റ് എടുത്ത് 5 മിനിറ്റിലെ വെടുത്തിലേക്ക് അവൻ എന്ത് പറയണം? മണ്ടൻ. അത് തോറ്റിട്ട് വരണം മാത്രം ഇഷ്ടപ്പെട്ടോളം. ഞാൻ ഒരെണ്ണമായിട്ട് വീട്ടിൽ പോയാ ഇത് ഊരി ഇവിടെ വെച്ചാണ്. മുഖം മാറിയാണ് ആദ്യം. അടുത്ത പ്രാവശ്യം മുഖം മാറി. എനിക്കിത് മാത്രം കേട്ടോ. എടുക്കുമ്പോ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ആണ് ആദ്യം കാണാൻ. റിപ്പീറ്റ് ഇടുന്നേ. അല്ലെ ഈ കടക്കകത്തുള്ള എന്തിനാണ് എടുക്കാമോ? എന്തുവാ 50,000 എടുക്കുമല്ലേ ഇപ്പൊ വാങ്ങിക്കോ. ആരോമല്ല നമ്മളൊന്ന് വാച്ച് ചേഞ്ച് ചെയ്ത് തിരിച്ചാണ് വാച്ചിടാനുള്ളത്. വിവരം ഇല്ലാത്തവന്മാരടുത്തൊക്കെ കൊടുത്തെങ്കിൽ ചുമ്മാടെ റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. ഞാൻ ഇട്ടപ്പോഴാണ് ആ അപ്പൊ ബുദ്ധിമാൻ. പതുക്കെ പൊടി. ഇതെന്റെ കയ്യാണ്. ആ ഇത് കട്ട് ചെയ്യാം. നമുക്ക് സെറ്റാക്കാം. ഇഷ്ടപ്പെട്ടോ? ചലഞ്ചിനെ പറ്റി 2 വാക്ക്. ചലഞ്ചിന് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് എടുത്തതൊക്കെ സൈസ് ആയിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഇട്ട് നോക്കി എടുത്താലേ കറക്റ്റ് അറിയാൻ പറ്റും. തൊപ്പി എടുത്തില്ല. തൊപ്പിയൊന്നും വേണ്ട. എന്തുകൊണ്ട് എടുക്കാമോ? തൊപ്പി എടുക്കാമോ? നീ എനക്ക് ആവശ്യമുള്ള എടുത്തു. ഞാൻ പറഞ്ഞ വാങ്ങി കൊടുത്തു. ലൈറ്റ് ഉണ്ട്. ഭാഗ്യം വീട്ടിൽ കണ്ടില്ലാതിരിക്കുന്നല്ലേ. അത് തീ വരും കണ്ണില്. വീട്ടിൽ കണ്ണില്ലാതിരിക്കുന്നല്ല. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഈ പ്രാവശ്യം പ്രാങ്ക് ചെയ്യാൻ വേണ്ടി സമ്മതിച്ചില്ല. മുമ്പാണ് ഞാൻ എവിടെയും തെന്നി തെറിച്ചൊക്കെ നമ്മള് പ്ലാൻ ചെയ്യാനുള്ള ടൈം ചെയ്തില്ല. കൊച്ചെറുക്കനായി പോയി. പക്ഷെ ഒരാൾക്ക് കൊടുക്കും. ആർക്ക്? ഒരാൾക്ക് കൊടുക്കുന്നത്. അയ്യോ. അപ്പൊ ഇനി നമുക്ക് ഫുഡ് അടി. അത് ഇവന്റെ ചെലവാ ഫുഡ്. ഏകദേശം നമ്മളൊരു കേക്ക് കട്ടിങ്ങിലൂടെ ഇവന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കുകയാണ്. 19ാം വയസ്സിലേക്ക് കടക്കുന്ന ബിജോയ്ക്ക് കടന്നു കഴിഞ്ഞ 19. നീ കൂടുതൽ കൂട്ടാൻ 2005 കൂട്ടി നോക്ക്. അപ്പൊ നമ്മളെ കേക്ക് കട്ടി കൂടി കഴിഞ്ഞതിന് ശേഷം ഇവന്റെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേക്കിന് ചെറിയൊരു പണി കിട്ടി. ജസ്റ്റിന്റെ കേക്ക് വാങ്ങിക്കാൻ പറഞ്ഞോട്ടത്. ബിജോയിന്ന് അടിക്കാൻ പറഞ്ഞപ്പോ ബിജോയിന്ന് അടിച്ചു വെച്ചു. കുഴപ്പമില്ല, കേക്കല്ലേ. അല്ല ഐ ഡി കാർഡിലൊന്നും അല്ലല്ലോ. എത്ര കുറ്റം പറയാൻ തോന്നിരിക്കുന്നത്. തീരെ പിന്നെ എന്തൊരു ഹാപ്പി ബർത്ത്ഡേ അച്ഛനെ അമ്മയ്ക്ക് ഇവന്റെ ഈ ചലഞ്ച് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അതൊരു ചലഞ്ച് വരുമ്പോ ആക്രാന്തം പാടില്ല. പ്ലാനിങ് ആണ് ആദ്യം വേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ അടുത്തൊരു